സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ആറ്റുകാൽ പൊങ്കാല ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീജനങ്ങൾ ഒരുപാട് പേര് പൊങ്കാലയിടുന്നവരുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനേക്കാളും പ്രധാനമാണ് നാമങ്ങൾ പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒക്കെ പാരായണം ചെയ്യുന്നത് പൊങ്കാല സമർപ്പിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ചെയ്യാം. പാരായണം ചെയ്തുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാം, അല്ലെങ്കിൽ ഈ 9 ദിവസം പാരായണങ്ങൾ ഒരു ശീലമാക്കുക. ദേവിയുടെ ആ ഒരു ശക്തി സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് അമ്പലത്തിൽ പോയി തിരക്കിൽ ഒരുപാട് ക്യൂ നിന്ന് തൊഴുതു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയുടെ അനുഗ്രഹം മുഴുവനായിട്ട് കിട്ടണമെന്നില്ല. അതിന് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു പാരായണം ചെയ്ത് നമ്മുടെ ഉള്ളിലെ ആ ഒരു അനുഗ്രഹത്തിന് നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ ദേവിയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ ഒരു ഭാഗം, കുറച്ച് നാമങ്ങൾ 371 തൊട്ട് 380 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. മധ്യമ വൈഖരി രൂപ ഭക്തമാനസ ഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാജാലന്ധരസ്ഥിത ഓഢ്യാണപീഠ നിലയ ബിന്ദുമണ്ഡലവാസിനി എന്ന് വരെയുള്ള കുറച്ച് നാമങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു പാർട്ടിൽ ഞാൻ പറഞ്ഞത് നാദത്തിൻ്റെ 4 അവസ്ഥകൾ, അത് നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂലാധാരത്തിൽ നിന്ന് ഇവിടെ ബ്രഹ്മരന്ധ്രം വരെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഈ നാഭിയുടെ താഴെ നിന്ന് ഇവിടെ ബ്രഹ്മരന്ധ്രം വരെയുള്ള ഈ 6 ചക്രങ്ങളുണ്ട്. അതുമായിട്ട് അതിൻ്റെ ആ ചക്രങ്ങളുടെ ആ ഒരു ഭാഗങ്ങളിലൂടെയാണ് ഈ നാദത്തിൻ്റെ 4 അവസ്ഥകൾ പറഞ്ഞിരിക്കുന്നത്. അത് അവസ്ഥകൾ പര എന്നും, ഏറ്റവും താഴെ പര, പിന്നെ പശ്യന്തി, മധ്യമ, വൈഖരി, അങ്ങനെയാണ് 4 നാദത്തിൻ്റെ 4 അവസ്ഥകൾ. അതിൽ വൈഖരിയാണ് ശബ്ദമായിട്ട് പുറത്ത് വരുന്നത്, വൈഖരി രൂപം പ്രാപിച്ചവൾ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, എന്നാലും ഒരിക്കൽ കൂടെ പറയാം. 371 നാമം വൈഖരി രൂപ, അതായത് വൈഖരി രൂപം പ്രാപിച്ചവൾ ദേവി വൈഖരി രൂപം പ്രാപിച്ചവളാണ്. അതായത് വിശേഷേണ ഖരമായത്, അതാണ് വൈഖരി ശബ്ദത്തിനർത്ഥം. അപ്പോൾ പരാ, പശ്യന്തി, മധ്യമ എന്നീ അവസ്ഥകളിൽ നാദത്തിന് രൂപമില്ല. അപ്പം നാദം ഉത്ഭവിക്കുന്നത് നമ്മുടെ നാഭിയുടെ താഴത്ത് നിന്ന്, മൂലാധാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് നാദം ഉദ്ഭവിക്കുന്നു. എന്നാൽ ആ 3 അവസ്ഥകൾ, അതായത് പര എന്ന അവസ്ഥയും പിന്നെ അതുപോലെ പശ്യന്തി, അതുപോലെ മധ്യമയും കഴിഞ്ഞ് ആ 3 അവസ്ഥകളും കഴിഞ്ഞിട്ടാണ് വൈഖരി എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്നത്. ആ ആദ്യത്തെ 3 അവസ്ഥകളിൽ അതിന് ശബ്ദത്തിന് ശബ്ദം ഇല്ല. എന്നാൽ ശബ്ദം പുറത്തേക്ക് അറിയുന്നത് ഈ വൈഖരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ്. അതായത് ജീവൻ്റെ വിശേഷേണ ഖരമായത് എന്നാണ് വൈഖരി ശബ്ദത്തിനർത്ഥം. പര, പശ്യന്തി, മധ്യമ എന്നീ അവസ്ഥകളിൽ നാദത്തിന് രൂപമില്ല. എന്നാൽ പിന്നെ വൈഖരി ശബ്ദം, അതായത് വർണ്ണരൂപമായ നാദം എന്നാണ് വൈഖരി ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് ആ രൂപം, നാദത്തെ കേൾക്കാൻ കഴിയും. അപ്പം നാദം, അരൂപമായിരുന്ന നാദം 3 അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് ആ നാദം വർണ്ണരൂപം പ്രാപിച്ച് കേൾക്കത്തക്ക വിധത്തിൽ ആക്കി തരുന്നതാണ് വൈഖരി. അതുകൊണ്ടാണ് വൈഖരി എന്ന് പേര്. ഇനി 372 നാമം ഭക്തമാനസ ഹംസിക,
അതായത് ഭക്തന്മാരുടെ മാനസത്തിൽ, മാനസ സരസിൽ ഹംസമായിട്ട് വിളങ്ങുന്നവൾ. മാനസം എന്നാൽ മനസ്സ് എന്നർത്ഥം. അപ്പോൾ ഹിമാവൽ പ്രദേശത്തെ ഒരു തടാകമാണ് മാനസ സരസ്. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു ഈ സരസിനെ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മാനസ സരസ്. അത് ഹംസങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ മാനസ സരസ് എന്ന് പറയുന്നു പുരാണങ്ങളിൽ. അപ്പോൾ ഹംസങ്ങൾ എങ്ങനെയാണോ ഈ മാനസ സരസിലൂടെ പോകുന്നത്, അതുപോലെ ഭക്തന്മാരുടെ മനസ്സിൽ വിഹരിക്കുന്നവളാണ് ഭക്തപ്രിയ ആയ ദേവി. അപ്പോൾ ദേവി ഭക്തപ്രിയയാണ്. ഭക്തന്മാരുടെ മനസ്സിൽ എങ്ങനെയാണോ ഹംസങ്ങൾ മാനസ സരസിൽ വിഹരിക്കുന്നത്, അതുപോലെ ദേവി വിഹരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഭക്തമാനസ ഹംസിക. ഭക്തന്മാരുടെ മാനസമായ മാനസ സരസിൽ ഹംസമായിട്ട് വിളങ്ങുന്നവൾ ദേവി എന്നർത്ഥം. ഇനി 373 നാമം കാമേശ്വര പ്രാണനാടി. കാമേശ്വരൻ്റെ പ്രാണനാടിയായിട്ടുള്ളവളാണ് ദേവി. അതായത് മഹാപ്രളയകാലത്ത് പരമശിവൻ മാത്രം അവിടെ ശേഷിച്ചിരിക്കും. എല്ലാ ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം അവരുടെയൊക്കെ അവസാനമാണ്. എല്ലാ സകല ജന്തുക്കൾക്കും നാശം സംഭവിക്കുമ്പോൾ അവിടെ മഹാപ്രളയകാലത്ത് പോലും നാശം സംഭവിക്കാത്ത ഭഗവാൻ ശിവൻ, പരമശിവൻ മാത്രം അവിടെ വിഹരിക്കുന്നു ആ പ്രളയകാലത്ത് പോലും. അങ്ങനെ മറ്റെല്ലാ ദേവന്മാരും നശിക്കുമ്പോഴും നശിക്കാത്ത പരമശിവൻ, നാശമില്ലാത്ത അത് ശിവന് മാത്രം. അത് എന്താണത്ര അതിന് കാരണം? ദേവിയുടെ സതീത്വം കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ കാമേശ്വരൻ്റെ അതുപോലെ മരണമില്ലായ്മയ്ക്കും കാരണം ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ അദ്ദേഹത്തിൻ്റെ പ്രാണനാടി, പ്രാണനുണ്ടെങ്കിലാണല്ലോ എന്നും ജീവിച്ചിരിക്കുക. അപ്പം പരമശിവന് നാശമില്ല എന്ന് പറയുമ്പോൾ ആ പ്രാണനാടിയായിട്ട് ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് കാമേശ്വര പ്രാണനാടി എന്ന ദേവിയുടെ ഒരു നാമം. ഇനി അടുത്ത 374 കൃതജ്ഞ. കൃതത്തെ ചെയ്യപ്പെട്ടതിനെ അറിയുന്നവൾ. കൃതത്തെ ജ്ഞ എന്ന് പറയുമ്പോൾ അറിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കൃതജ്ഞ, കൃതത്തെ അറിയുന്നവൾ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടതിനെ അറിയുന്നവൾ. അതായത് പ്രാണികൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ശുഭങ്ങൾ ചെയ്യും, അശുഭങ്ങൾ ചെയ്യും. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ലതും ചെയ്യും, ചിലപ്പോൾ പിന്നെ മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യും, പാപവും പുണ്യവും ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ മനുഷ്യൻ. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ശുഭാശുഭങ്ങളായിട്ടുള്ള ഈ കൃതങ്ങളെ അല്ലെങ്കിൽ ഈ കൃത്യങ്ങളെ ഒക്കെ എല്ലാം അറിയുന്നവളാണ് ദേവി എന്ന് പറയാം. അപ്പോൾ ശുഭങ്ങൾക്ക്, ശുഭകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടും, അശുഭകർമ്മങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ കിട്ടും. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന് പറയും. ഇപ്പോൾ എത്ര ഒരു വലിയ ഒരാളാണെങ്കിലും അയാൾക്ക് ചില കർമ്മഫലങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കർമ്മങ്ങൾ നല്ലതായിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. നമ്മുടെ ഓരോ ചിന്തയും ഭഗവാൻ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദേവി. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തു ആരും കണ്ടില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലതും നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം, എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ചിന്തകൾ, ദ്രോഹമുള്ള ചിന്തകൾ എന്തെല്ലാം ചെയ്ത് കൂട്ടുന്നു, എന്തെല്ലാം ചിന്തിച്ച് കൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ആരും അറിഞ്ഞില്ല എന്ന്. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് അറിയുന്ന ഒരു സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്ന ദേവി അല്ലെങ്കിൽ ഭഗവാൻ. അപ്പോൾ പറയുന്നത് എല്ലാത്തിനും കർമ്മസാക്ഷിണിയായിട്ട് തക്ക ഫലത്തെ കൊടുക്കുന്നവൾ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ അനുഭവിക്കുമെന്നേ വരൂ എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ അതാണ് 374 നാമം കൃതജ്ഞ. ഇനി 375 കാമപൂജിത, കാമനാൽ പൂജിക്കപ്പെട്ടവൾ. അപ്പോൾ ഭണ്ഡാസുര വധത്തിന് ശേഷം ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് സന്തുഷ്ടയായ ലളിതാംബിക കാമേശ്വരനെ കടാക്ഷിച്ചു. ആ കടാക്ഷത്തിൽ നിന്ന് പൂർവാധികം സുന്ദരമായ ദേഹത്തോടുകൂടി കാമദേവൻ വീണ്ടും ജനിച്ചു. അപ്പോൾ ഭസ്മമായി തീർന്ന കാമദേവൻ വീണ്ടും ജനിച്ചു. അത് ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ശരീരം ലഭിച്ച കാമദേവൻ ദേവിയെ സ്തുതിച്ച് പ്രസാദിപ്പിച്ച് ദേവിയുടെ അനുഗ്രഹത്തോടെ പറയുന്ന ഭാഗങ്ങളൊക്കെ ആ കഥയിൽ നമുക്ക് കാണാം.
അപ്പോൾ പറയുന്നത് കാമപൂജിത, ആ കാമനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ കാമദേവൻ ദേവിയെ നമസ്കരിച്ചിട്ട് രതിദേവിയുടെ കണ്ണുകൾക്ക് ആസ്വദിക്കത്തക്കവണ്ണം സുഭഗമായ ശരീരത്തോടുകൂടി മുനിമാരുടെ അന്ധക്കരണങ്ങളിൽ പോലും മഹത്തായ മോഹത്തെ ജനിപ്പിക്കാൻ കഴിവുള്ളവനായി കാമദേവൻ എന്ന് പറയുന്നു. അപ്പോൾ ആ കാമദേവനെ വീണ്ടും ജനിപ്പിച്ചത്, ഭസ്മമായി തീർന്ന കാമദേവനെ വീണ്ടും ജനിപ്പിച്ചത് ദേവിയാണ്. അപ്പോൾ ആ കാമദേവനാൽ പൂജിക്കപ്പെട്ടവളാണ് ദേവി എന്ന് പറയുന്നു. ഇനി അടുത്തത് 376 ശൃംഗാരരസ സമ്പൂർണ്ണ, ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ. അപ്പോൾ സ്ത്രീകളുടെ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരമുള്ള ഒരു ഭാവമാണ് ശൃംഗാരം. ആ നവരസങ്ങളിൽ മുഖ്യമായ സ്ഥാനമാണ് ശൃംഗാരത്തിനുള്ളത്. അപ്പോൾ ആ ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവളാണ്. അപ്പോൾ നവരസങ്ങളിൽ കാമം, ക്രോധം എന്നൊക്കെ പറയുന്ന നവരസങ്ങളിൽ ഒരു രസമാണ് ശൃംഗാരം. അപ്പോൾ ആ രസത്താൽ ആ രസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ, ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ. അപ്പോൾ ശിവൻ്റെ ഉടലിൻ്റെ പകുതിയായ ദേവി നിരന്തരമായ ശിവൻ്റെ സാമീപ്യം കൊണ്ട് ശൃംഗാരരസ സമ്പൂർണ്ണയാണ് എന്ന് പറയാം. അപ്പോൾ ലളിത എന്ന രൂപം തന്നെ ദേവിയുടെ ശൃംഗാരപ്രദമായ രൂപമാണ്. അപ്പോൾ ശൃംഗാരപ്രദമായ രൂപമാണ് ദേവിയുടെ ലളിത എന്ന് പറയുന്ന രൂപം. പിന്നെ ഇനി 377 നാമം ജയ, ജയാസ്വരൂപമായവൾ. ജയ എന്ന് പറയുമ്പോൾ ജയിക്കുക എന്നത് ശീലമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. മഹാഭാരതത്തിന് ജയ എന്ന പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവിയെ സേവിച്ച് നിൽക്കുന്ന അഷ്ടയോഗിനിമാരിൽ ഒരാളുടെ പേര് ജയ എന്നാണ്. അതുപോലെ ദേവിയെ സേവിച്ച് നിൽക്കുന്ന 16 മാതൃക്കളിൽ ഒരാളുടെ പേര് ജയ എന്നാണ്. അപ്പോൾ ആ രൂപം ധരിച്ചവൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ജയം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ, അതാണ് ജയ. അല്ലെങ്കിൽ ജയിക്കുക എന്നത് ശീലമായിട്ടുള്ളവൾ, അതാണ് ജയ എന്നുള്ള നാമം. ഇനി 378 ജാലന്ധരസ്ഥിത, അതായത് ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ജാലന്ധരം എന്ന പദം വിശുദ്ധി ചക്രത്തെ കാണിക്കുന്നു. അപ്പോൾ വിശുദ്ധി ചക്രം ഇവിടെ ആയിട്ട് വരും, നമ്മൾ പൊട്ടൊക്കെ വയ്ക്കുന്ന ആ ഒരു ഭാഗം, അതായത് പുരികത്തിൻ്റെ മധ്യത്തിലായിട്ട് ആ വിശുദ്ധി ചക്രം. ആ വിശുദ്ധി ചക്രത്തിൽ നാഥരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഇവിടെ അല്ല, സോറി കേട്ടോ, ക്ഷമിക്കണം. വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. വിശുദ്ധി ചക്രത്തിൽ നാദരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നു ദേവി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഇവിടെയല്ല, ഇതിവിടെ ആജ്ഞാചക്രമാണ്, സോറി, ഇവിടെയാണ് വിശുദ്ധി ചക്രം. അപ്പോൾ വിശുദ്ധി ചക്രത്തിൽ നാദരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ ആണ് ദേവി, അതാണ് ജാലന്ധരസ്ഥിത എന്ന് പറയുന്നത്. ഇനി 379 നാമം ഓഢ്യാന പീഠനിലയ. ഓഢ്യാണം എന്ന പീഠത്തിൽ വസിക്കുന്നവൾ. ഓഢ്യാണം ആജ്ഞാചക്രത്തെ കാണിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ, ആജ്ഞാചക്രമാണ് ഇവിടെ. ഈ നമ്മുടെ 2 പുരികത്തിൻ്റെ നടുവിലായിട്ട് വരുന്ന ആ ഭാഗമാണ് ആജ്ഞാചക്രം. ആ ഓഢ്യാണം എന്ന ആജ്ഞാചക്രത്തെ കുറിക്കുന്നു. അപ്പോൾ ഓഢ്യാന പീഠത്തിൽ ബീജരൂപിണിയായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി 380 നാമം ബിന്ദുമണ്ഡലവാസിനി, ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ ഇനി ശ്രീചക്രം എന്ന് പറയുന്നത് തന്നെ ദേവി രൂപമാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ശ്രീചക്രത്തിൻ്റെ നടുവിലുള്ള ബിന്ദുവിന് ബിന്ദുമണ്ഡലം എന്ന പേര്. അതിൽ ആ ബിന്ദുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ബിന്ദുമണ്ഡലവാസിനി. ബിന്ദുമണ്ഡലത്തിൽ വാസിനി സ്ഥിതി ചെയ്യുന്നവൾ, വസിക്കുന്നവൾ. ഇനി ബ്രഹ്മരന്ധ്രത്തിന് ബിന്ദുമണ്ഡലം എന്ന് പേര്. ബ്രഹ്മരന്ധ്രം ഇവിടെയായിട്ട് വരും. ചെറിയ കുട്ടികളൊക്കെ ജനിച്ച ഉടനെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിരിക്കും, ആ ഭാഗമാണ് ബ്രഹ്മരന്ധ്രം. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രാണൻ കയറുന്നത് ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണെന്നാണ് പറയുന്നത്. അവിടെ ഒരു നേർത്ത ഒരു ചെറിയ സുഷിരമുണ്ട്, നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റില്ല.
അത് അവിടെയാണ് നമ്മളിങ്ങനെ പിന്നെ നീരിറങ്ങാതിരിക്കാനൊക്കെ പൊടിയൊക്കെ ഇടുന്നത്, ഇങ്ങനെ രാസനാദി പൊടിയൊക്കെ ഇടാറില്ല. അപ്പോൾ ഇവിടെ ബ്രഹ്മരന്ധ്രത്തിന് ബിന്ദുമണ്ഡലം എന്ന് പേരുണ്ട്. അതിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ബിന്ദുമണ്ഡലവാസിനി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നാദത്തിൻ്റെ 4 അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ദേവി ആജ്ഞാചക്രത്തിലും വിശുദ്ധി ചക്രത്തിലും ബ്രഹ്മരന്ധ്രത്തിലും ഒക്കെ വസിക്കുന്ന ദേവിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ദേവിയെയും ഭഗവാനെയും, ഇപ്പോൾ ശിവനെ ആണെങ്കിലും വിഷ്ണു ഭഗവാനെ ആണെങ്കിലും ഗുരുവായൂരപ്പനെ ആണെങ്കിലും ദേവിയാണെങ്കിലും വേറെയാണ് കാണുന്നത്, നമ്മളിൽ നിന്ന് അന്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിൽ തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. ദേവിയുടെ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഷഡ്ചക്രങ്ങളിൽ, 6 ചക്രങ്ങളിൽ ദേവി വസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഇപ്പോൾ പല നാമങ്ങളിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ജീവജാലങ്ങളുടെയും അകത്ത് ചൈതന്യമായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു, ശിവൻ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള അറിവാണ് നമുക്ക് ഈ സഹസ്രനാമങ്ങൾ, അതിൻ്റെ അർത്ഥം അതുപോലെ വ്യാഖ്യാനവും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല സമയമാണ്. എല്ലാവർക്കും പൊങ്കാല വീടുകളിൽ തന്നെ, നമ്മുടെ വീടുകളിൽ തന്നെ ദേവിയുടെ ഒരു രൂപത്തെയും ദേവിയുടെ ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സങ്കല്പിച്ച് എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ പൊങ്കാലയിടാം. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമുക്ക് പൊങ്കാലയിടാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ സഹസ്രനാമങ്ങൾ ജപിക്കുക, ദേവി മഹാത്മ്യം, നാരായണീയ സ്തുതി പാരായണം ചെയ്യുക. അപ്പോൾ മഹാദേവി നമ. ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു. ഓം തത്സത്. നന്ദി, നമസ്കാരം.